ഫ്രണ്ട് സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെ ഹീറോ വന്ന് പിറക്ക് ഹോട്ടൽക്കകത്ത് പോയി ലഗേജ് കൊണ്ടുവരാൻ പോയി. ലഗേജ് കൊണ്ടുവന്ന് 2 ലഗേജ് കൊണ്ട് അകത്ത് പോയി. ഇത് ഷോക്കായി. ലഗേജ് എടുത്ത് വന്ന് അങ്ങനെ ഫോളോ ചെയ്ത് വന്നു. ആരുമില്ല. അങ്ങനെയായിട്ട് നോക്കാൻ തുടങ്ങി. അങ്ങനെ ആരും എന്താ ചെയ്ത് അങ്ങനെയായിട്ട് പോയി. അങ്ങനെ അവൾ വന്ന് ഏണി വെച്ച് അവളെ കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് എഞ്ചിന്. ഇത് ഏണി പിടിച്ച് കട്ടി ഏണി പറ്റി. ഇവരെന്ത് ചെയ്യുന്ന നോക്കാത്ത. അങ്ങനെ നൈറ്റായി പിന്നെ ഏണി പറ്റി അവൾ നോക്കാൻ തുടങ്ങി. അപ്പോൾ ആരാം കുളിച്ച് ഫ്രഷായിട്ട് വന്നു. വാവ്, ഇവൻ ഹാൻസമായിട്ടുണ്ടല്ലോ എന്ന് ഇവൾ മിയ പറയാൻ തുടങ്ങി. വാവ്, ഇവനെ കാണാൻ ഹാൻസമായിട്ടുണ്ടല്ലോ. അങ്ങനെ വിട്ട് സെക്രട്ടറിയോട് പറഞ്ഞു, ഞാൻ മെസ്സേജ് അയക്കാം, നീ പോയി കാറിലിരുന്നോന്ന്. സ്റ്റെപ്പ് 2 അവസ്ഥയാണ്, മുകളിലാണ് ഉള്ളത്. അതിന് വെച്ച് അവിടെ നോക്കി. വാവ്, വാട്ട് ഹാൻസം എന്നും പറഞ്ഞ് ഇവൾ സൈറ്റ് അടിക്കായിരുന്നു മിയ. വാവ്, വാട്ട് ഹാൻസം പറഞ്ഞിട്ട് ചൊല്ലിവിട്ടായിരുന്നു. അപ്പോൾ ആയിരുന്നു ആരാം ഒരു മാച്ച് സ്മോക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് ഇവനെ സ്മോക്ക് ചെയ്യാം. അങ്ങനെയായിട്ട് ഇപ്പാണ് ശ്രദ്ധിക്കുന്നതാണ് മിയ. ഒരു കുട്ടി, അതെ ഒരു ഗേൾ ഇങ്ങനെ പറഞ്ഞ ബാക്ക് കാണാൻ പറ്റില്ല. ബാക്ക് സൈഡ് ഇതാക്കിക്കൊണ്ടുണ്ടായിരുന്നു ബുക്ക്. ഇങ്ങനെ ബാക്ക് ചെയ്തു. അങ്ങനെയായിട്ട് അവൾ ചെയ്ത് ഇങ്ങനെ മാറി ഇങ്ങനെ വീട്ടിൽ തോത്തി ഇങ്ങനെ ഹക്ക് ചെയ്തു. എന്താ ചെയ്തത്? അങ്ങനെ അവൾക്ക് കോൾ വന്നു, മെസ്സേജ് വന്നു. അങ്ങനെ മെസ്സേജ് സൗണ്ട് ഒന്നും കേട്ടില്ല. അങ്ങനെ മൊബൈലിലേക്ക് തുടങ്ങി. ഇതുകൊണ്ട് ഷോക്കായി. എന്താ പറ്റി? അയ്യോ, അച്ഛനാണ്. അയ്യോ, അങ്ങനെ തിരിഞ്ഞു. അവൾ ആരും നോക്കില്ല. ഡ്രസ്സെല്ലാം ആറോ മാറ്റി. അങ്ങനെ റൊമാൻസ് ചെയ്ത് കിസ് അടിക്കാൻ. ഇങ്ങനെ കിസ് റൊമാൻസ് ചെയ്ത് അച്ഛനോട് ഏതൊക്കെ സംസാരിച്ച് മെസ്സേജ് ആയത്. അങ്ങനെ ഇപ്പം നോക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ അമ്മയൊക്കെ ഷോക്ക്. അതെ, കണ്ണിൽ നോക്കുമ്പോൾ ഷോക്കായി. എനിക്ക് സൗണ്ടെല്ലാം കേട്ടായിരുന്നു. അത് തൂങ്ങിയെന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കാൻ 2 എന്ന് കണ്ടു. ഇത് കണ്ടിട്ട് ഷോക്കായി. എന്ത് സത്യമാണോ ഇത്? എന്ത് ആരാന്ന പെണ്ണ് നോക്കാൻ? ഞങ്ങൾ ഇത് ശ്രദ്ധിച്ച് നോക്കിയായിരുന്നു 2 കണ്ടിൽ. അങ്ങനെ ആരും ഫോഴ്സ് കിസ് ചെയ്യാൻ തുടങ്ങി. ചെയ്യാൻ തുടങ്ങി ഹീറോയി. അങ്ങനെ ഹീറോയ്ക്ക് അങ്ങനെയായിട്ട് ആറാം സ്മാച്ചാൻ തുടങ്ങി. ബേബി വിടന്നെ. അങ്ങനെയായിട്ട് അവൾ നോക്കുകയാണ്. എല്ലാം നോക്കുക. അവൾക്ക് കുറച്ച് സാഡായി അറിയാൻ തുടങ്ങി. മിയ ഫോൺ ചെയ്തു. അയ്യോ, ഇവളാണോ? എന്താ പറ്റിയ? ഹീറോയിനെ കൊണ്ട് ഷോക്കായി. ഇവ ഫേമസ് ആക്ടറല്ലോ. ഇത് കൊണ്ടോ സീക്രട്ട് വെച്ചത്? അങ്ങനെ മിയ ഫോൺ ചെയ്തുകൊണ്ട് ആറാം ടെൻഷൻ ആകാൻ തുടങ്ങി. എന്താ പറ്റി? ഒന്നില്ലടി, മിയ കുറച്ചത്. മിയ പറഞ്ഞ എൻ്റെ കൂടെ ഉള്ളത് അവൾ തന്നെയല്ലേ? അതെ ബേബി. അങ്ങനെയായിട്ട് പറഞ്ഞു. ഇപ്പോൾ കുറച്ച് മാറിയായിരുന്നു. ഹീറോയിന് കുറേ ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്ക് ഹീറോയിന് പേടിയൊന്നുമില്ല. എന്താ പറ്റി? ഇല്ല, ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. അല്ല, എനിക്കവരോട് പറഞ്ഞിരുന്നു. പറയാം. ഇപ്പം നിൻ്റെ സീക്രട്ട് പറഞ്ഞാൽ ശരിയല്ല. നീ ഒരു ആക്ടറാണ്. എപ്പം പറയാം? അതാ ഞാൻ ഡെയിലി കോളേജ് ഗ്രാജുവേറ്റ് ആയിക്കോ. അതിനെ പിന്നെ പറഞ്ഞോളാം. അവനെ സ്മൈൽ ചെയ്ത് പറഞ്ഞു, ശരി ബേബി. ഇതാക്കാൻ തുടങ്ങി. കോൾ ചെയ്യാൻ സംസാരിക്കാൻ വന്നു. അങ്ങനെ വെളിയിൽ വന്നു. ഡോർ തുറന്നു. ഇതിന് മിയാനെ കണ്ട ഷോക്ക്. എന്താ ഇവിടെ ചെയ്യുന്ന? മുറിക്കാൻ തുടങ്ങി. അത് എല്ലാം നോക്കിയോ എന്ന് പറയാൻ തുടങ്ങി. കല്യാറിനായിരുന്നു. അവൾ വന്നത്, ഏണി പറ്റിയത് എല്ലാവരും അവളോട് നോക്കിയായിരുന്നു. കല്യാറിനാണ് അവൾ നോക്കുന്ന കാര്യം. അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. പറഞ്ഞു, എല്ലാവരും കണ്ടോ? ഇവളാണ് നിങ്ങളുടെ വൈഫ്? അതെ. പറഞ്ഞു, ഡേയ്സ് പോകാൻ മിയ കുറച്ച് മറക്കാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. മിയക്ക് ഒരുപാട് കഷ്ടമാണ്. മിയാൻ്റെ അച്ഛനും ചോദിച്ചു. ഇല്ല അച്ഛാ, അവനോട് മാരേജ് അയച്ചാ. ഓ സോറിപ്പ. അങ്ങനെ പറഞ്ഞു. ഗേൾ ഫ്രണ്ട് അച്ഛാ. അങ്ങനെ മിയ കുറച്ച് സാഡായിരുന്നു. അങ്ങനെ ഹീറോയി ഇപ്പം
ഇപ്പോൾ ആറും കുറച്ച് ഇതായി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഹീറോയ്ക്ക് ബേബീസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ആറും ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നത്, ഇനി ഫൈനൽ ഇത് ഗ്രാജുവേറ്റ് ആകാൻ പോകുന്നത്. എന്നെ പഠിക്കാൻ ആറാമൊക്കെ പഠിക്കാൻ പറഞ്ഞിരുന്നു. ഇവ സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഹീറോയിൻ റിലീസ് ചെയ്ത് ഇസ് മൈ ഹസ്ബൻഡ് എന്നെ ആറാമിന് കാട്ടി. എന്നെ ആറാമിന് സ്റ്റേജിൽ വന്ന് എല്ലാവരും കേട്ടായിരുന്നു. ആ ഡയറക്ടർക്ക് മാരേജ് ആയി, ആരാ നിങ്ങൾ ഹസ്ബൻഡ് എന്ന് ആറാമിന് സ്റ്റൈലായി വന്നു. അതെ, ഇസ് മൈ വൈഫ്. എല്ലാവർക്കും ഷോക്ക്. അതെ, ആറോടെ പുറമെ നിറയെ ഗേൾസ്ക്ക് ഷോക്ക്. അതുമാത്രമല്ല മിയക്ക് ഷോക്കായിരുന്നു. ഓ പറഞ്ഞോറാ, മിയ ഷോക്കായിട്ട് മിയയുടെ ഫ്രണ്ട്സ്. എടി ഇവരെ ഫേമസ് ആക്ടർ എടി, ആ അവരാണോടി, അവരാണ് ആറും മാരേജ് കഴിച്ചത്. അതെ, പിന്നെ ഹീറോ പറയാൻ തുടങ്ങി. അതെ, എനിക്ക് മാരേജ് കഴിഞ്ഞ് മാത്രമല്ല എന്നെ ബേബീസ് കമ്മിങ് കമ്മിങ് കുട്ടികൾ ഓടി വരാൻ തുടങ്ങി. എടി ഫ്രണ്ട് ഷോക്ക്, ഈസ് മൈ ബേബീസ് അങ്ങനെയായിട്ട് പറയാം, ഡാഡ് എന്ന് പറയുന്നു. ആറാമൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഹീറോ ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഹീറോ ജോലിയായിട്ട് ആറാം കൂടെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആറാമിൻ്റെ അച്ഛനേക്ക് ഒരു പ്രശ്നവുമില്ല. അതുമാത്രമല്ല ആറാമിൻ്റെ അച്ഛനേക്ക് പ്രശ്നമില്ല, സോൾവായി. അതുമാത്രമല്ല ആറാമുക്ക് ഒരു സീക്രട്ട്, ആറാമുക്ക് ഹീറോയിനെ ഒരുപാട് ഇഷ്ടമാണ്. അതുമാത്രമല്ല ആറാം വൺ സൈഡ് ലവ് ചെയ്തായിരുന്നു. ആറാമുക്ക് ഭയങ്കര ഹീറോയിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛനൊക്കെ അറിയുമായിരുന്നു ആറാമുക്ക് ഹീറോയിനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഹീറോയിൻ്റെ അച്ഛൻ സമ്മതിച്ചത്. അതുമാത്രമല്ല ഹീറോയിൻ്റെ അച്ഛക്കും അറിയും ആറാം ഹീറോയിൻ ലവ് ചെയ്യുന്നത്. അത്ര ഏജ് ഗ്യാപ്പായിരുന്നു. മാത്രം ആറാമുക്ക് ഒരുപാട് ഹീറോയിന്മാരെ ഭയങ്കര ക്രേസി ആയിരുന്നു. ആറാം പറയുന്നത് ഇസ് മൈ വൈഫ്. അങ്കിൾ പറയുന്നത് എങ്ങനെടാ സെറ്റാവൂടാ. ഇല്ല അങ്കിൾ, അവളിപ്പോൾ ഇല്ല, ഹീറോയിനെ ഓൾറെഡി കല്യാണം കഴിപ്പിച്ച് ഇതാവത്ത്. അത്ര ഹീറോയ്ക്ക് ആറാം വെയിറ്റിംഗ് ആവട്ടെ എന്ന് വെയിറ്റ് ചെയ്തായിരുന്നു അങ്കിൾ. അതുകൊണ്ടാണ് ഹീറോയിൻ്റെ അച്ഛൻ വയ്യാതായിരുന്നു. അങ്ങനെ ഇങ്ങനെ രണ്ടുപേർക്ക് മാരേജ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആറുമുഖം ഭയങ്കര ഹാപ്പി ആയിട്ട്